والصلاة والسلام على أشرف الأنبياء والمرسلين وعلى نبينا وحبيبنا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ അകലെയാണെങ്കിലും നമ്മുടെ ഈ അടുത്തു കൂടിയിരിക്കൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സൂറത്ത് അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ക്ലാസ്സാണ് എടുത്തിട്ടുള്ളൂ. ഏതായാലും നമുക്ക് എടുത്തത് വരെ ഒന്ന് ഓതി നോക്കാം, എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ കൂടെ എല്ലാരും വായിക്കണേ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹാ കല്ലാ ഇന്നഹാ തസ്കിറാ. അതുവരെയല്ലേ നമ്മൾ നിന്നത്? എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വായിക്കും. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹാ കല്ലാ ഇന്നഹാ തസ്കിറാ. സഹോദരങ്ങളെ, നമ്മൾ ഒരു സഹാബിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഒരു സൂറയാണിത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ സഹാബിയുടെ പേര് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? അബ്ദുല്ലാഹിബ്നെ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി പ്രമുഖന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ വരവ്. അന്നേരം ആ വരവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിക്ക് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന ഒരു അവസ്ഥ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിരുത്തി കൊടുക്കുന്ന ഒരു രംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ആ ഭാഗത്തേക്ക് ഇനി ഞാൻ പോകുന്നില്ല. എന്നിട്ട് അവിടെ പറഞ്ഞു നിർത്തിയത്, ഇത് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വല്ലാതെ വലിച്ചു കെട്ടി കൊടുക്കേണ്ടുന്നൊരു സംഗതിയല്ല, മറിച്ച് കല്ല ഇന്നഹ തദ്കിറ, നിശ്ചയം ഇതൊരു ഉത്ബോധനമാണ്, ഇതൊരു ഉപദേശമാണ്. ഫമൻ ശാഅ ദക്കറഹു, ഫമൻ അപ്പോൾ ഏതൊരുത്തൻ, ശാഅ അവൻ ഉദ്ദേശിക്കുന്നുവോ എങ്കിൽ, ദക്കറഹു അവൻ അത് സ്വീകരിക്കട്ടെ, അവൻ അത് ഓർത്തുകൊള്ളട്ടെ, ഓർമ്മിച്ചു കൊള്ളട്ടെ. ഇഷ്ടമുള്ളവർ അത് സ്വീകരിക്കട്ടെ എന്നാണ് അതിൻ്റെ ചെറിയ ഒരു മലയാളം. ഇത് കഴിഞ്ഞിട്ട് ഇനി ആ ഖുർആനിനെ സംബന്ധിച്ചുള്ള
ഒരു ചെറിയ വാക്കുകളാണ് കിറാമിൻ ബററ എന്ന് തുടങ്ങുന്ന 4 ചെറിയ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ നമ്മിലേക്ക്, മനുഷ്യരിലേക്ക് അള്ളാഹു തിരിയുകയാണ്. ഇത്ര നല്ല ഒരു ഉത്ബോധനം കൊടുത്തിട്ട് പോലും മനുഷ്യൻ ഇത് സ്വീകരിക്കുന്നില്ലല്ലോ, എന്താണ് അവൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് തുടങ്ങി നമുക്ക് അള്ളാഹു എടുത്തു തന്നിട്ടുള്ള, അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തു തന്ന, നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എടുത്തോർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹുവിനോട് എന്തേ നമ്മൾ നന്ദി കാണിക്കാത്തത് എന്ന ഒരു ചോദ്യത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമുക്ക് അതൊന്ന് വായിക്കാം, ഓതിയിട്ട് നമുക്ക് തിരിച്ചു വരികയും ചെയ്യാം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ സുഹുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഖറ ബിഐദി സഫറ കിറാമിൻ ബററ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر كلا لما يقض ما أمر. ഞാൻ അതുവരെ ഓതി തരാം. അതിന്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ബയാൻ തന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. അപ്പൊ 2 ഓതലാവുമ്പോ നമുക്കൊരു ശ്രദ്ധ ഇൻഷാ അല്ലാഹ് കിട്ടുകയും ചെയ്യും. നിങ്ങൾ എന്റെ കൂടെ വായിക്കേ. ഫീ സുഹുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഖറ ബിഐദി സഫറ കിറാമിൻ ബററ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل ثم أماته فأقبر ثم إذا شاء أنشر. ഒന്നുകൂടെ വായിക്കി. ഫീ സുഹുഫിൻ മുകറമ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫീ സുഹുഫിൻ മുകറമ. ആ സുഹുഫിൻ എന്ന് കഴിഞ്ഞിട്ട് ആ തെൻവീനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ മീമിൽക്ക് ചേർക്കണം കേട്ടോ. അതിനാണ് അങ്ങനെ വായിക്കണേ. ഫീ സുഹുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഖറ. ഇവിടെ പറ. മർഫൂഅത്തിൻ മുതഖറ ബിഐദി സഫറ ബിഐദി സഫറ. കളിന്റെ കൂടെ പറയണ്ടല്ലേ. കിറാമിൻ ബററ കിറാമിൻ ബററ. അപ്പോ നിങ്ങള് തജ്വീദ് പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവുക, കിറാമിൻ കഴിഞ്ഞിട്ടുള്ള തെൻവീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ബായിലേക്ക് ചേർത്തിയിട്ട് മീമാക്കിയിട്ടാണ് നമ്മൾ പറയാട്ടോ. മണിച്ച് പറയണേ. കിറാമിൻ ബററ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മാ അക്ഫറ. എന്നൂടെ പറയാം. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ. അവിടെ ഒന്നും മണിക്കരുത്. ആ നൂനിനെ ഉള്ള ആ തെൻവീനൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ? ആ സുക്കൂനുള്ള നൂനൊക്കെ തെളിഞ്ഞ് കാണണം. മിൻ അയ്യി ശൈ. നമ്മളെ ഈ ചങ്ങായി ഇത് മാറ്റിയില്ലേ? ആ ആയത്തൊന്ന് മാറ്റി കൊടുക്കുമോനെ. ആ
മിൻ അയ്യി ഷൈഇൻ ഖലഖ. അവിടെ നോക്കിയേ, മിൻ കഴിഞ്ഞിട്ട് കണ്ടോ, അവിടെ സുക്കൂൻ ഇട്ട് കൊടുത്ത് കണ്ടോ, മിന്റെ ആ നൂനിന് മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ. അപ്പൊ ആ നൂനിന് സുക്കൂൻ ഇല്ലട്ടാ. ആ സുക്കൂൻ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പുറത്തെ നൂനിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെയാണ് വായിക്കേണ്ടത്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഖലഖഹു കണ്ടോ, ഒരു കുഞ്ഞു വാവ് ഇട്ട് കൊടുത്തിരിക്കണ്ട, അത് കുറച്ച് നീട്ടാനാണ് കേട്ടോ. ഖലഖഹു ഫഖദ്ദറ ثم السبيل يسرا ثم أماته فأقبر ثم إذا شاء أنشرا كلا لما يقضي ما أمر. കിട്ടിയല്ലോ, നമുക്ക് വായിക്കണ്ടല്ലോ. ശരി, ഇനി നിങ്ങളൊന്ന് നേരെ മനസ്സിരുത്തിയിട്ട് ഇങ്ങനെ വായിക്കണം കേട്ടോ. ഞാൻ അർത്ഥം പറഞ്ഞുതരാം. അർത്ഥത്തിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോ തന്നെ നമുക്ക് കിട്ടും. ഈ ഉത്ബോധനം ആണെന്ന് പറഞ്ഞല്ലോ, ഈ ഖുർആൻ കല്ലാ ഇന്നഹാ തദ്കിറ എന്ന് പറഞ്ഞില്ലേ, ഇനി അത് എവിടെയാണ് നിൽക്കണെന്നറിയോ? ഫി സുഹഫിൻ മുകറമത്തിൻ. സുഹഫ് സഹീഫത്തുൻ, അതിന്റെ ബഹുവചനമാണ് സുഹഫ്. അതിന്ന് ഉണ്ടായ ഒരു വാക്കാണ് മുസ്ഹഫ് കേട്ടോ. അങ്ങനെയാണ് മുസ്ഹഫ് ഉണ്ടായത്. സഹീഫത്ത് എന്ന് പറഞ്ഞ പേജ്, ഏട് എന്നാണ് വാക്കിനർത്ഥം. അപ്പൊ എന്താണ്? ഫി സുഹഫിൻ, ഏടുകളിലാണ് അതുള്ളത്. എങ്ങനെയുള്ള ഏടുകളാണത്? മുകറമത്തിൻ, ആദരണീയമായ, പിന്നെ മാനിക്കപ്പെട്ട, ആദരിക്കപ്പെട്ട എന്നൊക്കെയാണ് വാക്കിനർത്ഥം. അപ്പോ ആദരണീയമായ ഏടുകളിലാണ് അതുള്ളത്. കഴിഞ്ഞിട്ടില്ല. ആ വാക്കിന്റെ ഈ സുഹഫിന് ഇനി വിശേഷണങ്ങൾ കൊടുക്കാണ്. അതിന്റെ മഹത്വം എന്തൊക്കെയാണെന്നറിയോ? മർഫൂഅത്തിൻ, റഫഅ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ്. മർഫൂഅത്ത് എന്ന് പറഞ്ഞാൽ ഉന്നതമായത്. മുതഹറത്ത് എന്ന് പറഞ്ഞാല് പവിത്രമായത്, പരിശുദ്ധമായത് എന്നാണ് വാക്കിനർത്ഥം. അപ്പൊ എന്തെല്ലാം വന്നു? 3 പ്രത്യേകതകൾ വന്നു കേട്ടോ ഈ സഹീഫത്തിന്, ഈ പേജുകൾക്ക്. ഫി സുഹഫിൻ മുകറമത്തിൻ മർഫൂഅത്തിൻ മുതഹറ. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാം? ആദരണീയവും ഉന്നതവും പവിത്രവുമായ ഏടുകളിലായി. ഏടുകളിലായി. കഴിഞ്ഞിട്ടില്ല. ഇനി ആരുടെ കൈകളിലാണെന്നറിയോ? അത് ബി ഐദി, യദുൻ ഐദിൻ എന്നാണ് അതിന്റെ ബഹുവചനം. യദുൻ കയ്യ്, ബി ഐദി കൈകളിലാണ് അത് നിലകൊള്ളുന്നത്. ആരാണവര്? എങ്ങനത്തെ ആളുകളാണ്? സഫറത്തിൻ, സഫറത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ദൗത്യ വാഹകന്മാര്. സഫറത്തിന്റെ വാക്കിന്റെ അർത്ഥാണത് അല്ലെ. സഫീർ, അംബാസിഡർ എന്നാണ് ആ വാക്കിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്നത്. കേൾക്കുന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കാം.
ഓക്കെ. സഫീർ എന്ന് പറഞ്ഞാൽ അംബാസിഡർ എന്നാണ് വാക്കിനർത്ഥം കേട്ടോ. അപ്പൊ ദൗത്യവാഹകന്മാര്, എഴുത്തുകാര് എന്നൊക്കെയാണ് വാക്കിനർത്ഥം. എഴുത്തുകാരുടെ, ദൗത്യവാഹകന്മാരുടെ ഇവിടെ കൈകളിലൂടെ, ആ കൈകളിലാണ് അത് നിലകൊള്ളുന്നത്. അവരുടെ വേറൊരു പ്രത്യേകതയും കൂടി, അവരെങ്ങനെയുള്ള ആളുകളാണെന്നറിയാമോ? കിറാമിൻ, മാന്യന്മാരാണ്. പിന്നെ ബററത്ത് എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാര്, ഗുണമുള്ള ആളുകൾ എന്നാണ്. അപ്പോ മാന്യരും വിശുദ്ധരുമായ എഴുത്തുകാരുടെ കൈകളിലാണ്, കരങ്ങളിലാണ് അത് നിലകൊള്ളുന്നത്. അപ്പോ പുണ്യവാന്മാരും മാന്യന്മാരുമായ ദൗത്യവാഹന്മാരുടെ കൈകളിലാണ് ആ സംഗതി നിലകൊള്ളുന്നത്. അപ്പൊ ഖുർആൻ എവിടെയാണ് എന്നാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞു തന്നത്. ഈ ഏതാണ് ഈ ഖുർആൻ തദ്കിറത്ത് ആരുടെ കൈകളിലാണ്? ഫീ സുഹഫിൻ മുകറമത്തിൻ മർഫൂഅത്തിൻ മുതഖറത്തിൻ ബിഐദി സഫറത്തിൻ കിറാമിൻ ബററ. ഈ ഖുർആന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എല്ലാ കലർപ്പുകളിൽ നിന്നും ശുദ്ധമായതാണത് എന്നാണ് അത് അർത്ഥാക്കണത്. നിഷ്കളങ്ക സത്യത്തിന്റെ അധ്യാപനങ്ങളാണ് ഈ അവതരിപ്പിച്ചു തരുന്നത്. മിഥ്യയുടെയും നാശത്തിന്റെയും യാതൊരു തരത്തിലുള്ള ആശയങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും അതിലേക്ക് വഴി കണ്ടെത്താൻ കഴിയില്ല. ഈ ലോകത്തിലെ ഇതര മതഗ്രന്ഥങ്ങളിൽ പുരണ്ടിട്ടുള്ള മായങ്ങളൊന്നും, അതിന്റെ ചെറിയ ഒരു ഛായ പോലും ഇതിൽ കിടക്കുക സാധ്യമല്ല. മനുഷ്യ ഭാവനകളിൽ നിന്ന്, പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് എല്ലാം സുരക്ഷിതമായിട്ടാണ് അത് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി മാത്രമല്ല, അള്ളാഹുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഖുർആന്റെ ഈ ഏടുകൾ എഴുതിയിരുന്നവരും അതിനെ സൂക്ഷിച്ച് സംരക്ഷിച്ചിരുന്നവരും അതേപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തിരുന്നവരുമായ മലക്കുകളെയാണ് നമ്മൾ ഈ പദങ്ങൾ കൊണ്ട്, ഈ അംബാസിഡർമാർ എന്നൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മാത്രമല്ല, ആ സഫീർമാര്, ആ സഫറത്തിന് 2 പദങ്ങൾ കൊണ്ട് അവരെ വിശേഷിപ്പിക്കുകയാണ് പടച്ചോൻ ചെയ്യുന്നത്, അവരെ പ്രശംസിക്കുകയാണ്. ഏതാണത്? ഒന്ന് കിറാമ്, ഒന്ന് ബററത്ത്. കിറാമ് എന്ന് പറഞ്ഞാൽ ആദരണീയര്, ബററത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധര്. അപ്പൊ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ അണു അളവ് പോലും വഞ്ചനയുണ്ടാവുക എന്നത് അസംഭവ്യമാകുമാറ് ഉന്നതമായ അസ്തിത്വങ്ങളാണ് അവർക്കുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് പടച്ച റബ്ബ് ഈ പ്രത്യേകതകൾ അവർക്ക് കൊടുക്കുന്നതിന്റെ ലക്ഷ്യം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആ ഏടുകൾ ഉല്ലേഖനം ചെയ്യുന്നതിന്, അത് സൂക്ഷിക്കുന്നതിന്, ഈ ദൈവദൂതന് അത് എത്തിച്ചു കൊടുക്കുന്നതിന് തങ്ങളിൽ അർപ്പിതമായ ഉത്തരവാദിത്വം യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് അവര്. മാത്രമല്ല, ഇനി നിങ്ങൾ ഒന്നുകൂടി വായിക്കണേ. ഈ വചനങ്ങൾ അരുളപ്പെട്ട പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാല് ഇവിടെ ഖുർആനെ പരിചയപ്പെടുത്തിയത് അതിന്റെ മഹത്വം വിശദീകരിക്കാൻ മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. യഥാർത്ഥ അതിന്റെ ഉദ്ദേശം ഇസ്ലാമിക പ്രബോധനത്തെ അവജ്ഞയോടെ വീക്ഷിച്ച് പിന്തിരിഞ്ഞുകൊണ്ടിരുന്ന അന്നത്തെ അഹങ്കാരികൾക്ക് ഈ മഹാഗ്രന്ഥം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാവുന്നതിലും അവരോട് അതിനെ ആദരിക്കണമെന്ന് ആവശ്യപ്പെടാവുന്നതിലുമൊക്കെ എത്രയോ ഉന്നതമാണെന്ന് വർണ്ണിച്ചു കൊടുക്കുകയാണ്. സംഗതി മനസ്സിലായോ? ഈ ഖുർആനിന് നിങ്ങളെ ആവശ്യമില്ല, നിങ്ങൾക്ക് അതിനെയാണ് ആവശ്യം. സ്വന്തം നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നെഞ്ചകത്ത്, നിങ്ങളുടെ മസ്തിഷ്കത്തില് നിറഞ്ഞ ഈ ദുർഭാവനകൾ തൂത്തുമാറ്റി നേരെ ചൊവ്വെ ഈ സന്ദേശം സ്വീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെ എന്തുമാത്രം അവഗണിക്കുന്നുവോ അതിനേക്കാൾ വളരെ കൂടുതലായി അത് നിങ്ങൾ അവഗണിക്കുന്നു. നിങ്ങളുടെ അവജ്ഞ കൊണ്ട് അതിന്റെ മഹത്വത്തിന് ഒരു അളവ് പോലും മാറ്റം വരുന്നില്ല. എന്നാൽ നിങ്ങളുടെ
വമ്പത്തരങ്ങളൊക്കെയും മണ്ണടിഞ്ഞേ പോകും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഖുർആനിന്റെ മഹത്വത്തെ ഇവിടെ അള്ളാഹു ചെറിയ 4 വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ഒന്നുകൂടി കേട്ടിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊന്നുകൂടി മനസ്സിലാവും കേട്ടോ. അപ്പോ ഈ അഹങ്കാരികൾക്ക് അവര് നിലനിൽക്കണോ? ഏത് വേണം? ഖുർആന് വേണം. ഖുർആൻ നിലനിൽക്കാൻ ഈ അഹങ്കാരികളുടെ യാതൊരു ആവശ്യവും ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുകയാണ്. അതിനാണ് ഈ 4 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു തന്നത്. എന്ന് നോക്കിയേ, ഫീ സുഹുഫിൻ മുകറമത്തിൻ മർഫൂഅത്തിൻ മുതഖറത്തിൻ ബിഐദി സഫറത്തിൻ കിറാമിൻ ബററ. അർത്ഥം കിട്ടുമല്ലോ? ഒന്നുകൂടി നോക്കണേ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എന്തറിയോ? ആദരണീയവും ഉന്നതവും പവിത്രവുമായ ഏടുകളിലായി മാന്യരും വിശുദ്ധരുമായ എഴുത്തുകാരുടെ കരങ്ങളിൽ നിലകൊള്ളുന്നതാണത്. അങ്ങനെയാണ് ഖുർആനിനെ, ഈ ഉത്ബോധനത്തെ അള്ളാഹു വിശദീകരിച്ചു തന്നത്. ഇൻഷാ അള്ളാഹ് ഇനി അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം. കാരണം നമ്മൾ ഇതന്നെ വിശദീകരിക്കാൻ വേണ്ടി നിന്നാൽ ചിലപ്പോൾ ഇനി മറ്റുള്ള ആയത്തുകളൊന്നും തീരൂല. നമുക്ക് ആകെ മാസത്തിലൊരു ക്ലാസ് അല്ലേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ നമുക്ക് പഠിക്കാട്ടോ. ഇനി അടുത്തൊരു ഭാഗം നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ കൂടെ വായിക്കണേ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر كلا لما يقض ما أمر قتل الإنسان. ഇനി വിഷയം ഇങ്ങനെ മാറ്റിയാണ് അല്ലാഹു. എന്ന് വെച്ചാൽ അഹങ്കാരികളായ മനുഷ്യരെ അവരുടെ നേരെ ഒരു ഉത്ബോധനവും ഉപദേശവും സ്നേഹഭാഷണവും ഒക്കെ ആയിട്ടുള്ള അള്ളാന്റെ ഈ കലാമ് ഇത് സ്വീകരിക്കാതെ ഇതിനെ പഴിപറഞ്ഞവർ മാറിപ്പോവുകയാണല്ലോ. എന്നാൽ അള്ളാഹുവോട് എന്തേ അവരിത്ര നന്ദി കെട്ടവരായത്? പടച്ചവൻ അവർക്ക് എന്തൊക്കെയാണ് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യം സത്യത്തിൽ അവരോടുള്ള ചോദ്യമല്ലേ, നമ്മളോടുള്ള ചോദ്യമാണ്. നമുക്കൊന്ന് ഇങ്ങനെ വായിച്ചു നോക്കാം. കുത്തില, നേരെ കത്തല എന്ന് പറഞ്ഞാല് കൊല്ലുക എന്നാണ് കേട്ടോ. കുത്തില, കൊല്ലപ്പെടട്ടെ, നശിക്കട്ടെ, അല്ലെങ്കിൽ ശാപം എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല. അങ്ങനെ ഒരു വാക്കിനാണ് അത് ഉപയോഗിക്കാട്ടോ. കുത്തിലൽ ഇൻസാൻ, മനുഷ്യൻ നശിക്കട്ടെ, മനുഷ്യൻ നശിക്കട്ടെ, അല്ലെങ്കിൽ മനുഷ്യന് ശാപം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. മാ അക്ഫറ, അത് ഈ അറബിയില് ഈ അത്ഭുതത്തിന് വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മാ അഫ്അൽ, മാ അക്ഫർ, മാ അജ്മൽ. ജമീൽ പറഞ്ഞ ഭംഗി എന്നാണല്ലോ. മാ അജ്മൽ, എന്തൊരു ഭംഗിയാണ്. അപ്പോ അക്ഫറ എന്ന് പറഞ്ഞ കഫറ, അക്ഫറ നിഷേധിയാവുക, നന്ദി കെട്ടവനാവുക എന്നാണ് വാക്കിനർത്ഥം. മാ അക്ഫറഹു, എത്ര കടുത്ത നിഷേധിയാണവൻ, എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവനായി പോയത്? എങ്ങനെയാണ് പറയാ? മനുഷ്യൻ നശിക്കട്ടെ, മനുഷ്യന് ശാപം, എത്ര കടുത്ത നിഷേധിയാണവൻ. ഒരർത്ഥാണ് കേട്ടോ. കുത്തിലൽ ഇൻസാനു മാ അക്ഫറഹു. ഞാൻ ഈ വായിക്കുന്നതൊക്കെ നിങ്ങൾ ഇതിന്റെ അറബിന്റെ ഒപ്പം പറയണം കേട്ടോ. കുത്തിലൽ ഇൻസാനു മാ അക്ഫറഹു, മനുഷ്യൻ കൊല്ലപ്പെടട്ടെ, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്, മനുഷ്യന് ശാപം, എത്ര കടുത്ത നിഷേധിയാണവൻ. എന്നിട്ട് അള്ളാഹ് ചോദിക്കാം, ഇങ്ങനെയൊക്കെ ആകാൻ പാടുണ്ടായിരുന്നവൻ. മിൻ അയ്യി ഷെയ്ഇൻ, അയ്യു ഏത്, മിൻ വന്നപ്പോ അയ്യി എന്നായിട്ടോ. മിൻ അയ്യി, ഏതിൽ നിന്നാണ്, മിൻ അയ്യി ഷെയ്ഇൻ,
ഏതൊരു വസ്തുവിൽ നിന്നാണ് ഖലഖ അള്ളാഹു സൃഷ്ടിച്ചത് ഹു ഈ മനുഷ്യനെ. ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു പടച്ചതെന്നോ. ഏതൊരു വസ്തുവിൽ നിന്നാണ് അള്ളാഹു ആ മനുഷ്യനെ പടച്ചതെന്നോ എന്നിട്ട് ചോദിക്കാണ്, ഏതാ വസ്തു? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. നുത്ഫത്തുൻ ശുക്ലകണം, ബീജം, ഇന്ദ്രിയത്തുള്ളി എന്നൊക്കെയാണ് നമ്മൾ അതിന് പറയാ. മിൻ നുത്ഫത്തിൻ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഖലഖ അള്ളാഹു സൃഷ്ടിച്ചു ഹു ഈ മനുഷ്യനെ. അപ്പൊ ഖലഖഹു അവനെ അവൻ സൃഷ്ടിച്ചു. ഇങ്ങനെ എന്താ പറയാ? അവനെ എന്ന് പറഞ്ഞ മനുഷ്യൻ, മനുഷ്യനെ, ഹു പിന്നെ അവൻ എന്ന് പറയുന്നത് അള്ളാഹു. അവനെ അവൻ സൃഷ്ടിച്ചു. ഫ അങ്ങനെ ഖദ്ദറഹു. ഖദ്ദറ എന്ന് പറഞ്ഞാല് ഖദർ നിശ്ചയിക്കുക, ഭാഗധേയം നിർണയിക്കുക, അവന് വേണ്ട പ്രകാരം വ്യവസ്ഥ ചെയ്യുക. നന്നായി പഠിക്കേണ്ട വാക്കാണത്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. ഒരു ശുക്ലകണത്തിൽ നിന്നാണ് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചത്. എന്നിട്ട് അവൻ മനുഷ്യന്റെ ഭാഗധേയം നിർണയിക്കുകയും ചെയ്തു. പറഞ്ഞുതരാം കേട്ടോ. സുമ്മ എന്നിട്ട് അസ്സബീല സബീൽ മാർഗം, യസ്സറ എളുപ്പമാക്കി, യസ്സറഹു അവന് അവൻ എളുപ്പമാക്കി കൊടുത്തു. പിന്നെ അവൻ ചരിക്കേണ്ടുന്ന വഴി അവൻ അല്ലാഹു എളുപ്പമാക്കി കൊടുത്തു. പിന്നെ അവന് ജീവിത സരണി ഒരുക്കി കൊടുത്തു. പിന്നെന്തായിന്നറിയോ? സുമ്മ എന്നിട്ട് അമാത്തഹു അവനെ അവൻ എന്ത് ചെയ്തു? അമാത്ത മാത്ത മരിച്ചു, അമാത്ത മരിപ്പിച്ചു. അമാത്തഹു അവൻ അവനെ മരിപ്പിക്കുകയും മരണപ്പെടുത്തുകയും ഫ അഖ്ബറഹു എന്നിട്ട് അഖ്ബറ ഖബറിൽ മറവ് ചെയ്യുക എന്നാണ്. അനന്തരം അവനെ മരിപ്പിച്ചു, അങ്ങനെ അവനവരെ മറമാടുകയും ചെയ്തു, ഖബറിലാക്കുകയും ചെയ്തു. സുമ്മ എന്നിട്ടോ ഇദാശാ അവൻ ഉദ്ദേശിക്കുമ്പോൾ അൻശറഹു അവനെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. കല്ല ഇല്ല കേട്ടോ, അങ്ങനെ വേണ്ട. ലമ്മാ യഖ്ലി നിർവഹിച്ചിട്ടേയില്ല, നിറവേറ്റിയിട്ടില്ല. മാ ഒന്ന് അമറഹു അവൻ അവനോട് അല്ലാഹു മനുഷ്യനോട് ആജ്ഞാപിച്ചത് കൽപ്പിച്ചത് മനുഷ്യൻ നിറവേറ്റിയിട്ടില്ല. ഒന്ന് തിരിച്ചുപോയോ? ഇനി എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത്? ഇനി ശരിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമല്ല. നമുക്ക് ചിന്തിക്കാവുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെയുണ്ട്. ഒന്ന് നോക്കിയേ. പിന്നെ ഇവിടെ മുതല് നമ്മളിപ്പം പഠിക്കുകയാണ് കേട്ടോ. ഈ കുത്തിലൽ ഇൻസാന് തൊട്ടിട്ട് തുടങ്ങുന്നത് തന്നെ എന്താന്ന് ചോദിച്ചാല് ഈ സത്യത്തോട് വൈമുഖ്യം അനുവർത്തിച്ച് അവിശ്വാസികളിലേക്ക് പിന്നെ നേരിട്ട് പടച്ചോൻ എന്ത് ചെയ്യുന്ന ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. സത്യത്തിനെതിരെ നിലകൊണ്ട ആളുകളോട് അള്ളാഹു നേരിട്ട് തിരിഞ്ഞിട്ടൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ആ ചോദ്യം എങ്ങനെയാണെന്നറിയോ? പിന്നെ എന്ത് സംഗതിയാണ് ഇപ്പൊ ഇവര് നിഷേധിക്കണത്? മനുഷ്യൻ തൊലയട്ടെ എന്നാണല്ലോ വാക്ക് പറഞ്ഞത്. എന്താണ് തൊലയട്ടെ എന്ന് പറഞ്ഞാല്? ഒരു ആളോടുള്ള വെറുപ്പിന്റെ അങ്ങേ അറ്റം എന്ത് ചെയ്യാന്നറിയോ? അള്ളാഹ് പ്രകടിപ്പിക്കാണ്. പടച്ചോൻ പറയുന്നതിൽ ഒരു മാന്യത വിടാനും പറ്റൂലല്ലോ. കാരണം സഭ്യമല്ലാത്തൊരു ശൈലി സ്വീകരിക്കാൻ പറ്റൂല.
അപ്പൊ സഭ്യതയുടെ പിന്നെ ആ മാനത്തിന്റെ അങ്ങേയറ്റാണ് കുത്തിലൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ. നമ്മളും സാധാരണ മലയാളത്തിൽ പറയുമല്ലോ, വല്ലാതെ ദേഷ്യം വന്നല്ലോ അവനോട് പോയിട്ട് ചാകാൻ പറയുന്നൊക്കെ പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. എന്നതുപോലെ അള്ളാന്റെ കോപത്തിന്റെ അങ്ങേയറ്റം വെച്ചിട്ട് പടച്ചോൻ ചോദിക്കാണ്, മനുഷ്യന് നാശം, അവന് ശാപം, എന്തേ അവൻ ഇത്ര നന്ദി കെട്ടവനാകാൻ കാരണം? കൂട്ടരെ, നന്ദികേട് എന്നത് നമ്മൾ ഒരിക്കലും മനുഷ്യരായ നമ്മൾ സ്വീകരിക്കൂലല്ലോ, നമ്മൾ ഇഷ്ടപ്പെടൂലല്ലോ, അല്ലെ? നമ്മൾ ഒരാള് കിബറനാണ് എന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയും. അയാൾ ഭയങ്കര മുൻകോപിയാണ്, ആയിക്കോട്ടെ എന്ന് പറയും. പക്ഷേ ആ ചെങ്ങായിനെ എനിക്ക് കാണുക വേണ്ട, അയാൾ എന്നോട് മിണ്ടുക വേണ്ട, അവൻ ഇത്ര ഭയങ്കര നന്ദി കെട്ടവനാണെന്ന് അവൻ അടുപ്പിക്കാൻ പറ്റൂല, നന്ദി ഇല്ലാത്തവനാണ്, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പറയാ? നമ്മളൊരു വേള തിന്നാൻ കൊടുക്കുന്ന നമ്മളെ മൃഗങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങള് നമ്മളെ കാണുന്ന വേളയിലെങ്ങാനും കുരക്കുകയോ അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു മോഷ്ട് കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനോടുള്ള എല്ലാ പ്രിയവും കഴിഞ്ഞില്ലേ, അല്ലേ? എങ്കിൽ നിങ്ങൾ നോക്കിയേ, അള്ളാഹു തന്ന ഓരോ നന്മകളും നീ അള്ളാഹു നമ്മളോട് എടുത്തു ചോദിക്കാൻ കേട്ടോ. എന്തേ അവൻ ഇത്ര നന്ദി കെട്ടവനാകാൻ കാരണം? അവനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അവനൊന്ന് ആലോചിച്ചു നോക്കുന്നില്ലേ എന്നുള്ളതാണ്. എന്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ സൃഷ്ടിക്കുക എന്നുള്ള വാക്കാണ് അള്ളാഹു ആദ്യം ചോദിക്കുന്നത്. എന്താ കാരണം എന്നറിയോ? അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ജീവനാണ്, അല്ലെ? ജീവിതമാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നോക്കിയൊക്കെ, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളുണ്ടോ? അല്ലെ? നമ്മളുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ദുനിയാവിൽ കയ്യും കണ്ണും കാലും മക്കളും സ്വത്തും ഇതൊന്നും അല്ല അനുഗ്രഹം എന്ന് പറഞ്ഞാല്. ഒന്നാമത്തെ അനുഗ്രഹം എന്താ? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്, അല്ലെ? നമ്മളെ സൃഷ്ടിച്ചു പഠിച്ചോ. ആ സൃഷ്ടിപ്പ് ഭൂമി ലോകത്തല്ല, ഈ പ്രപഞ്ചത്തിൽ ആര് വിചാരിച്ചാലും നടക്കാത്തൊരു സാധനമാണല്ലോ. അതെ, അല്ല നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? ആ സൃഷ്ടിപ്പ് തന്നു. അത് എന്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നടാ ഒന്ന് ആലോചിച്ചു നോക്ക് എന്നാണ്. നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ രൂപം കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം അള്ളാഹു നിർണയിച്ചു വെച്ചു. എന്തിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചു? മിന്നുത്ഫത്തിൻ. ശരിക്ക് ഞാനിതിങ്ങനെ കഴിഞ്ഞ ഒരു സമയത്ത് ഒന്നിങ്ങനെ ആലോചിച്ചിരുന്നു. ഇന്നിപ്പോ നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നപ്പോഴാണ് പഠിച്ചോൻ ഇന്നുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും കൂടി ആലോചിക്കായിരുന്നു. അപ്പൊ ഈ മനുഷ്യന്റെ ശരീരത്തിലെ സത്യത്തിൽ ഒരു പുരുഷന്റെ ശരീരം വെച്ച് നോക്കിയാല് ഈ 800ഓളം മീറ്റർ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ ബീജനാളികളില് ഇത് ഇത്രയും ദൂരം കടന്നു പോകുന്നുണ്ട്. ഒരു പുരുഷന്റെ ശരീരം ചൂടുണ്ടാവും. ഈ ചൂടില് സംഗതി ഈ നുത്തുഫത്തിന് ജീവനോടെ നിൽക്കാൻ കഴിയൂല. അപ്പൊ അതിന് പറ്റാവുന്ന വിധത്തിൽ ഈ ചൂടിനെ സംവിധാനിച്ചിട്ടാണ് പടച്ചോൻ എന്ത് ചെയ്യുന്നറിയോ? ആ സാധനത്തിന് എങ്ങനെ കൊണ്ടുവരണത്. അതിന് ഭയങ്കര ഒരു വല്ലാത്തൊരു അത്ഭുതമാണ് ആ വസ്തു എന്ന് തന്നെ പറയണത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മള് സൂറത്ത് ഏതാന്ന് പറയാ, സൂറത്ത് വസ്സമായി വത്വാരിക്കുണ്ടല്ലോ. വസ്സമായി വത്വാരിക്കല് പറഞ്ഞല്ലോ, യഹ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, അല്ലെ? അതിന്റെ തുടക്കത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഓർമ്മല്ലെങ്കിൽ മിമ്മ ഹുലിക മിമ്മ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. എവിടെ? ഒരു ആണിന്റെ നട്ടെല്ലിൽ നിന്നും ഒരു പെണ്ണിന്റെ മാറല്ലുകൾക്കിടയിൽ നിന്നും ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു വരുന്ന ഒരു സ്രവത്തിൽ നിന്ന്, ഒരു വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചില്ലേ എന്നുള്ളതാണ്. ഇന്നേ വരെ ഇപ്പൊ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് നമ്മൾ പറയും.
ഇത് കുത്തിയെടുത്തിട്ട് ഈ ബീജവും അണ്ടവും ഉണ്ടാക്കിയിട്ട് അവിടെ ഉള്ള സാധനത്തിനെ വെച്ചിട്ടാണല്ലോ പുതിയൊരു വസ്തു ഉണ്ടാക്കുന്നത്. അല്ലാതെ ബീജം കൃത്രിമമായി ഉണ്ടാക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ നട്ടെല്ലും വേണം, ഇപ്പുറത്ത് പെണ്ണുമ്മാന്റെ മാറലും വേണം. ഇതില്ലെങ്കിൽ ഉണ്ടാവൂലല്ലോ. അള്ള ചോദിക്കുന്ന ഒരു പടച്ചോന്റെ മാത്രം കഴിവല്ലേ മിന്നുത്ഫത്തിൻ ഹലക്കഹു. ഈ ഹൽക്ക് തരിക എന്ന് പറയുന്നത് അള്ള തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിൽ സത്യത്തിൽ മനുഷ്യൻ എന്താവൂല, മാ അക്ഫറഹു, ഇത്ര നന്ദി കെട്ടവനാവൂല എന്നാണ് പറഞ്ഞ കേട്ടാ. ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് വരി, നമ്മുടെ സമയം ഇങ്ങനെ കഴിയാണ്. ഫഖദ്ദറഹു, ഞാൻ പറഞ്ഞല്ലോ ആ ഖദ്ദർ എന്നുള്ളത് ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കണം. എന്തൊക്കെയാണെന്നറിയാം അതിന്റെ ആലോചിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. ഒരു ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ രൂപം കൊള്ളുമ്പോൾ തന്നെ അവന്റെ വിധി നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. എന്തൊക്കെയാണ് ഈ ഖദ്ദറ എന്ന് പറഞ്ഞാൽ? അവന്റെ ലിംഗമേത്, അവന്റെ നിറമേത്, അവന്റെ നീളം എത്ര, വണ്ണം എത്ര, അവയവങ്ങൾ എത്രത്തോളം അവികലമാകണം, എത്രത്തോളം വികലമായിരിക്കണം, അവന്റെ രൂപമേത്, ആകാരമെന്ത്, ശബ്ദമെങ്ങനെ, ശരീരത്തിന്റെ ബലം എത്ര, മാനസിക യോഗ്യതകൾ എന്തെല്ലാം, ഏതു പ്രദേശത്ത്, ഏത് കുടുംബത്തിൽ, ഏത് ചുറ്റുപാടിൽ ജനിക്കും, എന്തെല്ലാം പരിശീലനങ്ങളും ശിക്ഷണങ്ങളും ലഭിക്കും, എങ്ങനെ വളർന്നു വലുതാവും, അവന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യത്തിനും ചുറ്റുപാടുകൾക്കും അവന്റെ സ്വത്വത്തിനും ഉണ്ടാകുന്ന സ്വാധീനം എത്രയൊക്കെയായിരിക്കും, ഭൗതിക ലോകത്ത് അവൻ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ എത്ര സമയം അവന് ലഭിക്കും, എങ്ങനെയുള്ള കണക്കുകൾ ഒരു മുടിപ്പാട് പോലും ലംഘിക്കാനാവാത്ത വിധം പടച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ അളവ് മാറ്റം വരുത്താൻ ആർക്കും കഴിയില്ല. അള്ളാഹു നിർമ്മിച്ചു വെച്ച കണക്കുകൾക്ക് മുന്നിൽ ഇത്രമാത്രം അശക്തരായ നമ്മൾ അള്ളാഹുവോട് നിഷേധം കൈക്കൊള്ളുമെന്നത് എന്തുമാത്രം വിചിത്രമായ ഒരു ധാർഷ്ട്യമാണ് എന്നാണ് പടച്ചോന്റെ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഖദ്ദറ എന്ന് പറഞ്ഞാല്? നിങ്ങള് ഈ ഖദ്ദറ എന്ന് പറയുമ്പോ നമ്മൾ ശരിക്കും പഠിക്കേണ്ട വേറൊരു വാക്കും കൂടി ഉണ്ട് കേട്ടോ. ഒരാശയം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താ പറയാ, അപ്പോ ഒരു ബീജത്തിൽ നിന്ന് ഒരിക്കലും പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു വസ്തുതകളൊക്കെയാണല്ലോ ഇതിന്നിപ്പോ ഉണ്ടാകാൻ പോകുന്ന കുട്ടി എന്തെല്ലാം പ്രകടിപ്പിക്കും, എന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിലേക്ക് ഞാൻ പോകുന്നില്ലേ. ഇതെല്ലാം നിർണയിച്ചു വെച്ചാണ് അള്ളാഹു എന്ത് ചെയ്യുന്നതെന്നറിയോ, ആ നുത്തുഫത്തിനെ സംവിധാനിക്കുന്നത്. ലോകത്തൊരാളും വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു സംഗതിയാണത്, അല്ലേ? മനുഷ്യരായ നമുക്ക് തന്നെ, ഞാനിപ്പോ ഈ എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്. ഒരു സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടോ, മക്കളില്ലാത്ത ആളുകളോടൊന്ന് ചോദിച്ചു നോക്കിയാലേ അതിന്റെ വിഷമം അവര് പറഞ്ഞു തരുമ്പോ നമുക്ക് മനസ്സിലാവുന്നു. മാത്രല്ല, നമ്മൾ ആ രംഗത്ത് എത്രമാത്രം അശക്തരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടാണ് ബോധ്യപ്പെടും. മക്കൾ ഉണ്ടാകാനാണോ പാട്, ഉണ്ടാകാതിരിക്കാനാ പാട്? ഞാൻ വെറുതെ തമാശ വെച്ചതാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി, ഉണ്ടാവാനാണെങ്കിലും ഉണ്ടാവാതിരിക്കാനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഭൗതികമായി ഒരു ചെറിയ കാരണക്കാരാകുന്നു എന്നതിലപ്പുറം നമുക്കതിൽ എന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് എന്താ കാണാൻ കഴിയുക? നമ്മുടെ രക്തത്തിൽ, ഈ ബീജത്തിൽ പിറന്ന ഈ കുട്ടിയുടെ രൂപവും ഭാവവും അവന്റെ അവസ്ഥകൾ പോലും നമുക്കറിയോ? ഇല്ലല്ലോ. വാക്യങ്ങൾ ആലോചിച്ചോളി. അപ്പൊ മിന്നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. എന്നിട്ട് പിന്നെ പടച്ചോൻ പറഞ്ഞറിയോ, മിൻ സുമ്മസ്സബീല യസ്സറ. അള്ളാഹു നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, പുറമേക്കുള്ള വഴി ഇങ്ങോട്ട് എളുപ്പമാക്കി തരികയാണ് എന്നാണ്. ഞാന് അതിനൊന്നുകൂടി ഞങ്ങൾക്ക് ഇങ്ങനെ വായിച്ചു തരാം.
എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഉപാധികളും ഉപകരണങ്ങളും അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. മനുഷ്യന്റെ ശാരീരിക മാനസിക യോഗ്യതകളെല്ലാം തന്നെ ഭൂമിയിൽ അവ ഉപയോഗപ്പെടുത്താനുള്ള സാധന സാമഗ്രികൾ അള്ളാഹു സജ്ജീകരിക്കുകയും ഇത്തരം സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ നിരർത്ഥകമാകൂലേ, അല്ലെ? കൂടാതെ നന്മയുടെയും തിന്മയുടെയും അല്ലെങ്കിൽ നന്ദിയുടെയും നിഷേധത്തിന്റെയും അല്ലെങ്കിൽ അനുസരണത്തിന്റെയും ധിക്കാരത്തിന്റെയും രണ്ട് വഴികളിൽ ഇഷ്ടമുള്ള ഏതും സ്വീകരിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് തന്നിക്കാണ്. ഈ രണ്ട് വഴികളും നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ളതിലൂടെ നടക്കാൻ അള്ളാഹു നമുക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. അതാണ് സെബീല് എളുപ്പാക്കി തന്നു എന്ന് പറഞ്ഞാൽ. ഇനി ഒന്നുകൂടി ഇതിന് വേറൊരു മായന കൂടി നമുക്ക് കാണാം. ഒന്ന്, പുറമേക്കുള്ള വഴി അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നു എന്നാണ് ഒരർത്ഥം. ഏതാണെന്നറിയോ? ഈ പുറമേക്കുള്ള വഴി എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തെ കുറിച്ച് ഈ സമയത്ത് കൃത്യമായിട്ട് പഠിക്കണം. ഒരു എല്ല് പൊട്ടുന്നതിന്റെ വേദന എത്ര? ഞാൻ മനസ്സിലാക്കി പഠിച്ചിടത്തോളം 22 എല്ലാണോ 28 എല്ലാണോ എന്നറിയില്ല, അത്രയും എല്ലുകൾ പൊട്ടുന്ന അതിഭീകരമായ ഒരു മരണത്തിന് സമാനമാകുന്ന വേദനയാണത്രേ ഒരു കുഞ്ഞിന്റെ ജന്മം നൽകുന്ന പ്രസവ വേദന എന്ന് പറഞ്ഞാൽ. ആ വേദനയോടുകൂടെ അള്ളാഹ് എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് പുറത്തേക്കുള്ള വഴി എളുപ്പാക്കിയിട്ട് തന്ന് ഈ ദുനിയാവിലേക്ക് നമ്മളെ ഇറക്കി തന്നു. സുമ്മ സബീല യസറ. ആ വാക്കൊക്കെ നിങ്ങൾ ആലോചിച്ചോളിട്ടാ. എന്നിട്ട് പിന്നെന്താ പറയുന്നറിയോ? സുമ്മ, എന്നിട്ട് അമാതഹു, അള്ള തന്നെ നമ്മളെ മരണപ്പെടുത്തുകയാണ്. മരണം എന്നത് അള്ളാഹു നമുക്ക് വെച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, അല്ലെ? അതും അങ്ങനെ തന്നെയാണ്. ഇനി ഈ മൗത്ത് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? ഞാൻ അതിനെ എഴുതിയിട്ടുള്ള ഒരു ചെറിയ ഭാഗം ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒന്ന് വായിച്ചു തരാം. അള്ളാഹു നമ്മളെ മരിപ്പിച്ച് മറവ് ചെയ്തു എന്നതിനുള്ള ചെറിയൊരു ഭാഗം ഞാൻ ഇങ്ങനെ വായിക്കാട്ടോ. ജനനത്തിന്റെയും വിധിയുടെയും കാര്യത്തിൽ മാത്രമല്ല, സ്വന്തം മരണത്തിന്റെ കാര്യത്തിലും മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്സഹായനാവുന്നു. ആർക്കും ഇഷ്ടാനുസരണം ജനിക്കാനാവില്ല, ഇഷ്ടാനുസാരം മരിക്കാനുമാവില്ല. മരണത്തെ ഒരു നിമിഷത്തേക്ക് പോലും നീട്ടിവെക്കാനുമാവില്ല. അവൻ ഏത് നേരത്ത് എവിടെ വെച്ച് ഏത് അവസ്ഥയിൽ മരിക്കണമെന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നുവോ അതേ നേരത്ത് അതേ സ്ഥലത്ത് അതേ അവസ്ഥയിൽ വെച്ച് മരിച്ചിരിക്കും. ഏത് തരത്തിലുള്ള ശവമടക്കലാണോ അവന് അള്ളാഹു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതേ തരത്തിൽ തന്നെ അവൻ അടക്കപ്പെടുന്നു. അത് മണ്ണിനകത്താകാം, സമുദ്രത്തിന്റെ ആഴങ്ങളിലാവാം, അഗ്നിജ്വാലകളിലാകാം, ജന്തുക്കളുടെ ആമാശയത്തിലാകാം. അള്ളാഹുവിന്റെ ഈ വക വിധികളൊന്നും മനുഷ്യൻ സ്വയം പോകട്ടെ ലോകം മുഴുവൻ വിചാരിച്ചാലും ആരുടെ കാര്യത്തിലും അല്പം പോലും ഭേദഗതി ചെയ്യാനാവില്ല. ഉറപ്പല്ലേ? ഞാൻ ഈ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത്ര പക്കയാണത്. അതെ, ഒരു സെക്കൻഡ് പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ കഴിയില്ല. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൊച്ചു പെങ്ങള് MGMന്റെ സ്റ്റുഡൻസ് വിങ്ങിന്റെ ഒരു സെക്രട്ടറി ആയിട്ടുള്ള ഒരു കുട്ടി പാലക്കാട് മരണപ്പെട്ടല്ലോ. അള്ളാഹു നമ്മുടെ മോൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് പടച്ചോൻ എല്ലാവിധത്തിലുള്ള ആശ്വാസവും നൽകുമാറാവട്ടെ. 2 ചെറിയ മക്കളാണ് അവൾക്കുള്ളത്. ഒരു 7 വയസ്സും 2 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതിനേക്കാൾ അപ്പുറം എന്താന്ന് ചോദിച്ചാൽ ആ ഭർത്താവിന്റെ കയ്യിൽ കിടന്നാണ് ആ പെണ്ണ് മരിക്കണത്. ഒരു രണ്ടാളും എലക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഒരു റോഡ് ബ്ലോക്കായി കിടക്കുന്നുണ്ട്. കാല് മെല്ലെ പോവാണ്. ഇവർ രണ്ടുപേരും ബൈക്കിലാണ്. കാല് കുത്തി കുത്തി മെല്ലെ മെല്ലെ പോവുക.
മണ്ണിന്റെ കൂനയിൽ പെട്ടു. ഞാൻ പറഞ്ഞതറിയാം, അടുത്ത നിമിഷം മരണം സംഭവിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യൻ അറിയണില്ലല്ലോ എന്നുള്ളതാണ്. മൺകൂനയിൽ നിന്ന് പെട്ടെന്ന് വണ്ടിന്റെ വീലൊന്നും ഇങ്ങോട്ട് തെന്നി ഒരാൾ അപ്പുറത്തേക്കും ഈ പെണ്ണ് ഇപ്പുറത്തേക്ക് റോട്ടിലേക്ക് മറിഞ്ഞു വീണു. ഇപ്പുറത്ത് വരുന്ന ഒരു ലോറിയിലെ ഡ്രൈവർ പോലും ഇത് കാണുന്നില്ല. അവളുടെ ശരീരത്തിലൂടെ വാഹനം കയറി ഇറങ്ങാം. എന്നിട്ട് മരണത്തോട് ആ സക്രാത്തിൽ കിടക്കുന്ന ഈ തന്റെ സഹധർമ്മിണി ഇവന്റെ കയ്യിൽ അരമണിക്കൂറോളം, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം എടുക്കാൻ കഴിയാതെ ബ്ലോക്കായി കിടക്കാണ്, അവള് എടുത്തിങ്ങനെ നിൽക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഞമ്മക്കെന്നത് കേൾക്കാനും കഴിയാത്തൊരവസ്ഥ. പടച്ചവൻ നമുക്ക് എങ്ങനെയാണ്, എവിടെ വെച്ചാണ് നമ്മുടെ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയില്ലല്ലോ. സുമ്മ അമാത്തഹു, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ആണ് അള്ളാന്റെ ഏറ്റവും വലിയൊരു കഴിവായിട്ട് പടച്ചവൻ പറഞ്ഞത്. അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നു, അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു, അവൻ നിങ്ങളെ ചിരിപ്പിക്കുന്നു, അവൻ നിങ്ങളെ കരയിപ്പിക്കുന്നു, ഒക്കെ തന്നെയാണ്. സുമ്മ അമാത്തഹു ഫാക്ബറ. ശരിക്ക് ഖബർ എന്ന് പറഞ്ഞാല് നമ്മള് കബറാക്കുക എന്ന് പറയില്ല, ഖബറാക്കുക മറവ് ചെയ്യുക എന്നാണ്. അങ്ങനെ മറച്ചു വെച്ചു. എന്നിട്ടോ ഇനി ആ മറവ് അള്ളാഹു എന്ത് ചെയ്യുന്ന, ആ മറ എടുത്തു മാറ്റും. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് പടച്ചവൻ നമുക്ക് ഇതേപോലെ പുനർജന്മം നൽകുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഒന്നുകൂടി ഒരു കാര്യം പഠിക്കാനുണ്ട്. ഒന്നെന്തറിയോ, ഇപ്പൊ നമ്മൾ എന്തായെന്നറിയോ, ഒന്ന് മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, അത് നമ്മളിപ്പോ വന്നു. പിന്നെ സുമ്മ സബീല യസറ, നമ്മൾ ഈ നാട്ടിലേക്ക് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തെ പിളർത്തി പിന്നെ നമ്മൾ എവിടെ വന്നു, നമ്മൾ ദുനിയാവിൽ വന്നു. ഇത് രണ്ടെണ്ണായി. ഇനി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് സുമ്മ അമാത്തഹു ഫാക്ബറഹു, കുറെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ. സുമ്മ അമാത്തഹു, അത് ആ മൗത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ അവരെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്തിട്ടുണ്ട്, ഖബറിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര ചെയ്തു. അപ്പൊ നമ്മൾ എവിടെ എത്തിയപ്പോ, നമ്മൾ പിന്നെ സുമ്മ സബീല യസറയിൽ 2 സ്റ്റേജ് കഴിഞ്ഞിട്ടോ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ വളർന്നു, നമ്മൾ ദുനിയാവിലെത്തി. നമ്മുടെ പല സഹോദരങ്ങളും സുമ്മ അമാത്തഹു കഴിഞ്ഞു, ഫ അക്ബറഹും കഴിഞ്ഞു. ഈ 4 സ്റ്റേജ് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട്. നമ്മൾ 2 സ്റ്റേജും കഴിഞ്ഞു. ഇത് 4ഉം സത്യമാണ് എന്നുണ്ടെങ്കിൽ അടുത്തതൊരു സത്യമാണ്. അതേതാ സത്യം? സുമ്മ ഇദാ ശാഅ അൻശറ. എന്നിട്ട് പടച്ചോൻ നമ്മളോട് പറയണെന്തറിയോ, കല്ല ലമ്മ യഖ്ലിമ അമറ, എടാ നിന്നോട് കൽപ്പിച്ചത് നീ എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും അള്ളാഹു ആജ്ഞാപിച്ചത് നീ നിറവേറ്റിയിട്ടില്ല അല്ലേ എന്നാണ്. ഉറപ്പല്ലേ? ഇത് നിങ്ങൾ വേറൊരാളോട് ചോദിക്കരുത്, നമ്മളോട് സ്വയം ചോദിച്ചു നോക്ക്. ഇതൊക്കെയാണ് ലോകത്ത് യാഥാർത്ഥ്യമെങ്കിലും അള്ളാഹുവിന് കൊടുക്കേണ്ടത് ഭംഗിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ അള്ള നമ്മളോടാണ് പ്രിയരെ ചോദിക്കുന്നത്. കുത്തിലൽ ഇൻസാനു മാ അക്ഫറഹു, എടാ നിനക്ക് ജന്മം നൽകി ആര്, ഉമ്മയും ബാപ്പ പോലും പിന്നെ വിചാരിക്കാത്ത വിധത്തിൽ നിന്നെ ഞാനാണ് അവർക്ക് സമ്മാനിച്ചത്. അത് കൊടുത്ത് എന്തിൽ നിന്ന്, അവർ ഇഷ്ടപ്പെടാത്ത 2 സാധനങ്ങളിൽ നിന്നാടാ ഞാൻ അവർക്ക് നിന്നെ ഒരു ജീവനായിട്ട് അവർക്ക് നൽകിയത്. എന്നിട്ടോ ആ ഉമ്മയുടെ വേദനയിലൂടെ ആ ഇരുട്ടറയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്തു തന്നിട്ട് ആ സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കെ പടച്ചവനോട് തന്നവനോട് നന്ദിയില്ലാത്തവനായി പോയെങ്കിൽ നീ എത്രമാത്രം പിന്നെ ഒരു അള്ളാഹുവോടുള്ള നന്ദികേടിന്റെ അവസ്ഥയിലാണുള്ളത് എന്നൊന്ന് ആലോചിച്ചു നോക്കിയെന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളോട് പറയണത്. ഞാൻ കൂടുതൽ പറയല്ല, നിങ്ങൾ എന്നെ ശാന്തമായിരുന്നിട്ടൊന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇതിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് കിട്ടിയിട്ട് തന്നവനോടൊരു താങ്ക്സ് പറയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു വിജയത്തിന്റെ അടയാളമാണ്. ആ അടയാളം ജീവിതത്തിൽ ഉണ്ടാകണം. ഇപ്പോഴാണ് നമുക്ക് ഇത് അള്ളാന്റെ ഒരു ഉപദേശമാണ്. ആ അള്ളാന്റെ ഉപദേശം നമ്മൾ സ്വീകരിച്ചാൽ എന്താവും അറിയോ, നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ആ ഉപദേശത്തിലേക്ക് നമ്മളെങ്ങനെ എത്തിക്കുന്ന
ഭാവം പടച്ചു നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നു. ഇനി നിങ്ങള് എന്റെ കൂടെ ഇങ്ങനെ വായിച്ചു നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ സുഹുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഖറ ബി ഐദി സഫറ കിറാമിൻ ബററ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر كلا لما يقض ما أمر. അതുപോലുള്ള ഒരു ചോദ്യമാണ് അടുത്തതുള്ളത്. ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. നമ്മൾ എപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കണം. എന്തറിയോ? അള്ളാഹുവേ, നന്ദിയുള്ള അടിമകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അത് നമ്മൾ പണ്ട് ഞാനൊരു ക്ലാസ്സിലൊരു പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. അല്ലാഹുമ്മ ജഅൽനി ശക്കൂറ, അല്ലാഹുമ്മ ജഅൽനി സബൂറ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനയ്യ സ്വഈറ വഫീ അയ്യുനിൻ നാസി കബീറ. അഹങ്കാരം പടച്ചവനെ തരരുത് റബ്ബേ, അതിനെ പിടികൂടരുത് റബ്ബേ. വിനയാന്വിതനായ നിന്റെ അടിമയാക്കി എന്നെ മാറ്റണേ റബ്ബേ എന്നൊക്കെ നമ്മള് അള്ളാഹുവോട് എപ്പോഴും ഇങ്ങനെ തേടണം കേട്ടോ. കാരണം എന്റെ ഇങ്ങടെയൊക്കെ മരണം അതെപ്പോഴാ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ കഴിയൂലല്ലോ. എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കണത്. എന്തുണ്ട് എന്ന് പറഞ്ഞാലും ആരുണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ഒഴിവാക്കി നമ്മൾ ഇറങ്ങി പോകേണ്ടവരാണ് എന്നൊരു ബോധ്യം നമുക്ക് വേണമെന്നാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല മക്കളെ എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയരെ, ആ വാക്കുകളെ നെഞ്ചേറ്റി നമ്മൾ സ്വീകരിക്കുക. പടച്ചവനോട് നന്ദിയുള്ളവരാകാൻ ശ്രമിക്കുക. പടച്ചവൻ നമ്മെ തുണക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. വസ്സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.